പ്ലോട്ട് ഇത് നമുക്ക് കാണാം. എന്തൊരു ഭംഗിയാണ് ഇതിന്റെ ആ ഒരു ദീപപ്രഭ ചൊരിഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്ലോട്ട് അല്ലേ, എന്തൊരു മനോഹാരിതയാണ്. പിന്നെ പ്ലോട്ടിന് ഓരോ കൊടുക്കുന്ന സന്ദേശങ്ങൾ, ഓരോ മെസ്സേജുകൾ, അതൊക്കെ വളരെ മനോഹരത്തിന്. അത് ഈ രാത്രിയാകുമ്പോൾ അതിൻ്റെ ശോഭ വരണുണ്ട്. അതാണ് പകലെ എങ്ങനെയും ഈ ലൈറ്റിൻ്റെ ഇത് കിട്ടില്ലല്ലോ. എന്തായാലും ഈ രാത്രിയിൽ കാണുന്ന ഈ ശോഭ അത് അങ്ങേറ്റം മനോഹരമായ രീതിയിൽ തന്നെ ഈ ഒരു പുലിക്കളിയുടെ മാറ്റുകൂട്ടും. ഇതാണ് ശരിക്കും ഓണത്തിന്റെ ശോഭ. അതെ, ഓണത്തിന്റെ ശോഭ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഓണം മനുഷ്യരൊക്കെ ഒന്നുപോലെ കണ്ടിരുന്നൊരു ചക്രവർത്തിയുടെ സ്മരണ പുതുക്കുന്നതാണ്. അപ്പം മനുഷ്യരൊക്കെ ഒന്നുപോലെ കാണാന്ന് പറയുമ്പോൾ മനുഷ്യരെ മൊത്തം ഒരേപോലെ കാണുമ്പോൾ അവരെ നല്ല രീതിയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സന്ദേശം കൊടുക്കുന്ന ടാബ്ലോസാണ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ ഓണത്തിൻ്റെ ആ സന്ദേശത്തെ മൂർത്തവൽക്കരിക്കുന്ന, പേഴ്സോണിഫൈ ചെയ്യുന്ന ഒരു സംഭവം കൂടിയായി ഈ പുലിക്കളി മാറുകയാണ് ശരി. അങ്ങനെ മാറി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു മനോഹാരിതയാണ് ആ ദീപപ്രഭ ചൊരിഞ്ഞു നിൽക്കുന്ന പ്ലോട്ടുകൾ. ആ പ്ലോട്ടുകൾക്ക് മുൻപിലായി ചുവടുകൾ വെച്ച് പോകുന്ന പുലികൾ, ആ പുലികൾക്കൊപ്പം താളം പിടിക്കുന്ന ജനങ്ങൾ. എന്തൊരഴകാണ് ഈ രാവിന്, എന്തൊരഴകാണ് ഈ സന്ധ്യയ്ക്ക് എന്ന് നമ്മൾ അറിയാതെ മനസ്സുകൊണ്ട് പറഞ്ഞു പോകും. ഇപ്പോൾ പ്ലോട്ട് ടാബിളൊക്കെ ശരിക്ക് റിവേഴ്സിൽ ഡ്രൈവ് ചെയ്യണം. ലോറിയുടെ വാലിമലാണ് എന്തുണ്ടാക്കിയ പ്ലാറ്റ്ഫോമത്തിന് ടാബ്ലോ ഉണ്ടാക്കിയ. അപ്പം ടാബ്ലോ പോകുന്നത് റിവേഴ്സിലാണെങ്കിലും അത് കൊടുക്കുന്ന സന്ദേശം പ്രോഗ്രസീവാണ്. അപ്പം റിഗ്രസീവ് അല്ല, പ്രോഗ്രസീവ് സന്ദേശം റിവേഴ്സ് ഗിയറിൽ സഞ്ചരിച്ചുകൊണ്ട് നൽകണം. തീർച്ചയായും അങ്ങനെ ഒരു സന്ദേശം തന്നെയാണ്. കാരണം ഇത് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഉള്ള ഡ്രൈവർമാരെയൊക്കെയാണ്. കാരണം ഈ ലോറിയിൽ പ്ലോട്ട് കൊണ്ടുവരുമ്പോൾ അത് തിരിച്ചാണല്ലോ പോകുന്നത്. സ്വാഭാവികമായിട്ടും അവർ വളരെയധികം ശ്രദ്ധാപൂർവമാണ് ആ വണ്ടി ഓടിക്കുന്നത്. അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ അത് നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് അടക്കമുള്ള സന്നദ്ധ വളണ്ടിയർമാരടക്കമുള്ളവരും സജീവമായി രംഗത്ത് വരും. അതായത് റിവേഴ്സിൽ പോയാൽ ഇതൊക്കെ ആളുകൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ റിവേഴ്സിൽ പോകുമ്പോൾ എന്താ വെച്ചാൽ, കാരണം ബാക്കിലാണല്ലോ ഒരുക്കുന്നത്. പക്ഷെ പ്രോഗ്രസീവായിട്ടുള്ള സന്ദേശം റിവേഴ്സ് ഗിയറിൽ സഞ്ചരിച്ച് നൽകണം. അവിടെയാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മകത. പക്ഷേ പലതും നമ്മുടെ നന്മകൾ പലതും നമ്മൾ റിവേഴ്സ് ഗിയറിൽ സഞ്ചരിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് നന്മയുടെ ഒരു കാലഘട്ടമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ഒരു വിഷറി വീണിട്ടുണ്ട്. എവിടുന്നാ വരുന്നത്? തൃശ്ശൂർ തന്നെയാണ്, ടൗൺ തന്നെയാണ്. ഇപ്പൊ എത്രാമത്തെ വർഷം ഇത് കാണുന്നത്? ഇത് ചെറുപ്പം മുതലുള്ള നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഈ കൊല്ലം അടിപൊളിയായി. ടൗണിൽ തന്നെ ആയതുകൊണ്ട് അല്ലെ എല്ലാ വർഷവും ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ? ഞാൻ ഗൾഫിലായിരുന്നു, ഈ കൊല്ലം കൊണ്ടപ്പോൾ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അതെ, ഒരു പ്രവാസിക്ക് മിസ്സായ പുലിക്കളി വർഷങ്ങളുണ്ട് അല്ലേ? ആ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു മനസ്സുകൊണ്ട്? അവിടെയായിരുന്നു. എവിടെയാ? ഗൾഫിൽ അബുദാബിയിലായിരുന്നു. ആ സമയത്ത് എങ്ങനെയാ ഈ പുലിക്കളി നാട്ടിൽ നടക്കുന്നു? അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ടി വി തന്നെ അവിടെ കിടന്ന് തുള്ളിച്ചാട് ഗൾഫില്. അതാണ് ഈ പുലിക്കളി എന്ന് പറയുന്നതിൻ്റെ ആവേശം. അതാണ് MS. കാരണം ഇവിടെ നിന്നും ആളുകൾ തുള്ളിച്ചാടുന്നു എന്നുള്ളതാണ്. ആ തുള്ളിച്ചാട്ടം അത് ഇവർക്ക് നൽകുന്ന ആനന്ദം. ആ ആനന്ദം തന്നെയാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ ടാബ്ലോകൾ പോകുമ്പോൾ അത് കാണാൻ മുൻപിലേക്ക് ഓടിയെത്തുന്ന കുട്ടികളുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരെയെല്ലാം തന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സന്നദ്ധ വളണ്ടിയർമാരുണ്ട്. ഈ ദൃശ്യങ്ങളെല്ലാം മൊബൈലിൽ പകർത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുതൽ ഒപ്പം തന്നെ വ്ളോഗേഴ്സ് വരെയുള്ള ആളുകൾ ഇതെല്ലാം തന്നെ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മളടക്കമുള്ള ദൃശ്യ മാധ്യമങ്ങൾ. ഒപ്പം തന്നെ ഇത് ആസ്വദിക്കാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾ. നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ദമ്പതികൾ ആശിഷും അമൃതയും പോലുള്ള ആളുകൾ, അവരെല്ലാം തന്നെ അവരുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് ഈ പുലിക്കളിയുടെ സൗന്ദര്യം, സൗരഭ്യം അത് ആസ്വദിച്ചുകൊണ്ടാണ്. MS. അതെ, പുലികളി അതിൻ്റെ സമസ്ത സൗന്ദര്യവും അതിൻ്റെ ആരാധകർക്ക്, അതിൻ്റെ പ്രേക്ഷകർക്ക്, ആസ്വാദകർക്ക് നൽകിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് റിയാസ് KMR ആണ് അതിൻ്റെ ആവേശം പങ്കുവച്ചത്. ഇപ്പോൾ അല്പനേരം ആ പുലികളി നമ്മൾക്ക് ശബ്ദത്തോടുകൂടി കണ്ട് ആസ്വദിക്കാം.
അരമണിക്കിലുക്കങ്ങളുമായി താളം പിടിച്ച് കാണികൾ. തൃശ്ശൂർ നഗരം പുലിക്കളിയുടെ വലിയ ഒരു വൈബിലാണ് ഈ സമയം ഉള്ളത്. തൃശ്ശൂർ നഗരത്തെ ആവേശത്തിൻ്റെ തിമിർപ്പിലേക്ക് ആനയിച്ചുകൊണ്ട് പുലിക്കളി സംഘങ്ങൾ ഇറങ്ങി വിളയാടുകയാണ്. മനോഹരമായ ചായക്കൂട്ടുകൾ കൊണ്ട് പുലിവേഷത്തിലേക്ക് പ്രവേശിച്ച കലാകാരന്മാരുടെയും കലാകാരികളുടെയും അരമണിക്കിലുക്കങ്ങൾ നഗരവീഥികളിൽ നിരന്ന് കാണികളിലേക്ക് ആഘോഷത്തിൻ്റെ ആവേശം പകരുകയാണ്. വാദ്യതാളങ്ങൾക്കൊപ്പം പുലിക്കളി സംഘങ്ങൾ ഇതാ ചുവടുവെച്ചുകൊണ്ടേയിരിക്കുന്നു. രാത്രിയുടെ ഇരുട്ട് മെല്ലെ പരന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിലും 9 ദേശങ്ങളുടേതായി 9 സംഘങ്ങളാണ് തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കയ്യടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വലിയ പുലികളും ചെറിയ പുലികളും വലിയ വയറുള്ള പുലികളും വിവിധ വർണ്ണങ്ങളിലുള്ള പുലികളും പതിയെ പതിയെ ചുവടുവെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംഘങ്ങളുടെ ചെണ്ടയുടെ മേളം ഒരേപോലെയാണെങ്കിലും ചുവടുകൾ വ്യത്യസ്തമാണ്. ഇവരുടെ ചുവടുകൾ അടിസ്ഥാനമാക്കിയാണ് ഇനി വിജയികളെ നിശ്ചയിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല ദേശത്തിന് സംഘത്തിന് ഉള്ള പുരസ്കാരങ്ങൾ ഈ രാത്രിയിൽ തന്നെ പ്രഖ്യാപിക്കും. അത് ഇവരുടെ ചുവടുകളുടെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ വിജയികളെ നിശ്ചയിക്കുക. നിലവിലെ ചാമ്പ്യന്മാർ വിയ്യൂർ ദേശമാണ്. ഇത്തവണയും തങ്ങൾ കപ്പടിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് വിയ്യൂരും മറ്റ് ദേശങ്ങളുമൊക്കെ ഒപ്പം ഉണ്ട്. ചുവടുകളിൽ ഓരോരുത്തരും സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത് എന്നാണ് പുലികളിയെ ആധികാരികമായിട്ട് ആസ്വദിക്കുന്നവർ സൂചിപ്പിക്കുന്നത്. മാർക്കിടുന്നതിന് വേണ്ടി വിവിധ ഇടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണികൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ സംഘങ്ങൾക്കൊപ്പം ടാബ്ലോകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പുലികൾക്കൊപ്പം കുട്ടികൾ ഉൾപ്പെടെയുള്ള കാണികളും ചുവടുവെക്കുന്ന കൗതുക കാഴ്ചകളും ഇടയ്ക്കിടെ നമ്മൾക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, തൃശ്ശൂരിന് പുറമെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കാണികളും തൃശ്ശൂരിലെത്തിയിട്ടുണ്ട്. ഇത്തവണ വിയ്യൂർ യുവജന സംഘം പുലികളി കളിച്ചുകൊണ്ടിരിക്കുന്നത് മെറ്റാലിക് പുലികളുമായിട്ടാണ്. ഇതാദ്യമായിട്ടാണ് പുലിക്കളിയിൽ മെറ്റാലിക് നിറം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മെറ്റാലിക് നിറത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, അത് ഉപയോഗിച്ചാൽ പുലികൾ കൂടുതൽ തിളങ്ങും, ഷൈൻ ചെയ്യും എന്നുള്ളതാണ്. നീലയും പച്ചയും വയലറ്റും മെറ്റാലിക് നിറങ്ങളാണ്. ഇതിനു പുറമെ കഴിഞ്ഞ വർഷം നടത്തിയ പുലിവേഷങ്ങളിലെ പരീക്ഷണങ്ങൾ ഇത്തവണയും കൂടുതൽ പരിഷ്കാരത്തോടുകൂടി നടപ്പാക്കിയിരിക്കുന്നു വിയ്യൂർ ദേശം. പുലികൾക്ക് നഖമുള്ള ചെരിപ്പും കയ്യുറയും അണിയിച്ചുകൊണ്ടാണ് ഇറക്കിയിരിക്കുന്നത്. വാലുകൾ കൂടി നൽകിയിട്ടുണ്ട് പുലികൾക്ക്. കഴിഞ്ഞ വർഷം വിരലിലെണ്ണാവുന്ന പുലികൾക്കാണ് വാലുണ്ടായിരുന്നത്. ഇത്തവണ 51 പുലികൾക്കും വാലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അയ്യന്തോൾ സംഘത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുലിക്കുട ചൂടിക്കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. പുലിമുഖങ്ങൾ പതിച്ച സുതാര്യമായ കുടകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പക്ഷേ മാർക്കിടുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല, ഉപയോഗിക്കില്ല. മറ്റ് ഇടങ്ങളിൽ 51 പുലികളും ഒരേ സമയം കുട ഉയർത്തി. കൂടാതെ പുലിപ്പട്ട എന്നൊരു സംവിധാനവും ഇത്തവണ അയ്യന്തോൾ സംഘം ഏർപ്പെടുത്തിയിരുന്നു. അതാണ് നമ്മൾ ഇടയ്ക്ക് കാണുകയുണ്ടായി. അരമണി കെട്ടുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പുലിപ്പട്ട കെട്ടിയിരിക്കുന്നത്. ഒപ്പം കുഞ്ഞു പുലിത്താളക്കാരും അച്ഛൻ മകൻ പുലിയുമെല്ലാം ഈ അയ്യന്തോൾ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. സീതാറാം മിൽ ലൈൻ ദേശത്തിൻ്റെ പുലികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ 3D ഡിജിറ്റൽ പുലിവണ്ടിയാണ് അവരുടെ ഒരു പ്രത്യേകത. ഇത്തരമൊരു പുലിവണ്ടി ആദ്യമായിട്ടാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവതാർ എന്ന സിനിമയെ ആസ്പദമാക്കിയിട്ടാണ് അവർ ഈ ഒരു 3D ഡിജിറ്റൽ പുലിവണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ശില്പി പ്രസാദാണ് ഈ ഒരു പുലിവണ്ടിയുടെ ആശയവും ദൃശ്യങ്ങളുമെല്ലാം ഒരുക്കിയത്. അതിൻ്റെ സജ്ജീകരണം നിർവഹിച്ചിട്ടുള്ളത് മനീഷ് കുമാറാണ്. ഓസ്കാർ ഇവൻസ് ആണ് അതിൻ്റെ ഡിജിറ്റൽ ക്രിയേഷൻ നടത്തിയിട്ടുള്ളത്. നിരവധി മലയാളം തമിഴ് സിനിമകൾക്ക് വിഷ്വൽ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്ന അഖിൽ പ്രകാശാണ് ദൃശ്യങ്ങളുടെ സംയോജനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ശബ്ദങ്ങളും കാഴ്ചകളുമെല്ലാം പുത്തൻ അനുഭവമാകുന്ന രീതിയിലാണ് ഇത്തവണത്തെ പുലികളി മാറിയിരിക്കുന്നത്. 3D ഡിജിറ്റൽ പുലിവണ്ടി എന്നാണ് ആ വണ്ടിയെ സംഘാടകർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. തൃശ്ശൂരിൻ്റെ സ്വന്തം പുലിക്കളി ഉത്സവം കാണാൻ ഇത്തവണ എത്തിയത് 11 രാജ്യങ്ങളിൽ നിന്നുള്ള സംഘമാണ്. സർക്കാരിൻ്റെ അതിഥികളായി എത്തിയ ഈ സംഘം കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂരിലെത്തിയിരുന്നു. ഇന്ന് കേരള വിഷൻ ന്യൂസ് തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുലികളിയുടെ വിവിധ ഘട്ടങ്ങളിൽ ആ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക സംഘത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുകയുണ്ടായി. കേരള ഉത്തരവാദിത്വ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ശ്രീജീവം ഉത്തരവാദിത്വ ടൂറിസം മിഷൻ ക്ലബിൻ്റെ സംഘാടനത്തിലാണ് വിദേശ ടൂറിസം പ്രതിനിധി സംഘം എത്തിയത്. UK, ഫ്രാൻസ്, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ, ഇന്തോനേഷ്യ, വിയറ്റ്നാം, തൈവാൻ, നേപ്പാൾ,
ശ്രീലങ്ക, റൊമാനിയ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഉത്തരവാദിത്വ ടൂറിസം നേതാക്കൾ, അക്കാദമീഷ്യന്മാർ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരെല്ലാം ആ സംഘത്തിലുണ്ട്. അവരെല്ലാവരും ഈ പുലികളി കണ്ടിരിക്കുന്നു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. പുലിക്കളി മെയ്യെഴുത്ത്, ചുവട്, താളം എന്നിവയെല്ലാം അറിയണം, പുലികളുമായിട്ട് സംവാദം നടത്തണം എന്നിവയൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അവർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. സീതാറാം മിൽ ലൈൻ ദേശം ഉൾപ്പെടെ അവർ സന്ദർശിച്ചിട്ടുണ്ട്. തേക്കിൻകാട് മൈതാനത്തും നടപ്പാതയിലും സുരക്ഷിതയിടങ്ങളിൽ നിന്നുകൊണ്ടാണ് ജനങ്ങൾ പുലികളി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഈ പുലികളി കാണാൻ വേണ്ടി ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ മുകളിലോ വൃക്ഷങ്ങളിലോ ഒന്നും ആരും കയറരുത്, അത് നിരോധിച്ചിട്ടുണ്ട്. ക്രമസമാധാന പാലനത്തിനും ഗതാഗത ക്രമീകരണത്തിനുമായി തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിൽ വിവിധ സെക്ടറുകളാക്കി തിരിച്ച് പ്രധാന സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ജനക്കൂട്ടത്തിനിടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ പ്രത്യേകം മഫ്തി പോലീസ് ഉദ്യോഗസ്ഥരും ഈ പുലികൾക്കിടയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തു വയ്ക്കണം. ഷാഡോ പോലീസും ഈ ആൾത്തിരക്കിൽ, പുലിത്തിരക്കിൽ ഉണ്ട്. അവരും കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി 10 മണിയോടുകൂടിയാണ് ഇതിൻ്റെ സമാപന ചടങ്ങ് ഉണ്ടാവുക. ആ സമാപന ചടങ്ങോടുകൂടിയാണ് പുലിക്കളി പൂർണ്ണമാവുക. അതുവരെ പുലികൾ റൗണ്ടിൽ നിറഞ്ഞാടും, ആടിക്കൊണ്ടിരിക്കുകയാണ്. സമാപനത്തിൽ പുലികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്യും. ഓർക്കുക, പുലിക്കളിയോടെയാണ് തൃശ്ശൂരിൻ്റെ ഓണാഘോഷം സമാപിക്കാൻ പോകുന്നത് എന്ന്. പ്രസാദ് കാളിദാസ്, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ ഇപ്പോൾ? MS തൃശ്ശൂർ ആവേശത്തിലാണ്. ആ പുലികളി അങ്ങനെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്തും ഇവിടെ രണ്ട് പുലികളുണ്ട്, രണ്ട് ഭാഗത്തായിട്ട് 2 പുലികളുണ്ട്. അവിടെ വേറെ പുലികളി നടക്കുന്നു. ഇവിടെ അത്തരത്തിൽ ഇതാണ് ഇവിടുത്തെ മൂഡ്. പല ഭാഗങ്ങളിലും ഈ മൂഡില് തുള്ളിക്കൊണ്ടിരിക്കുക. ചേട്ടാ, അടിപൊളിയല്ലേ? ഈ മാസ്ക് എവിടെ നിന്ന് കിട്ടി? ഇത് ഇവിടുന്ന് മേടിച്ചതാ. അതെ, ഞങ്ങളുടെ കയ്യിലും ഉണ്ടൊരു സാധനം. പുലിക്ക് കൊടുത്ത് ഈ പുലിക്ക് കൊടുത്ത്. അപ്പം ഇതാണ് ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത്. എന്തായാലും പാരമ്യത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ആ ജഡ്ജ്മെന്റ് അടക്കം പല ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പുലിക്കളി സൂപ്പർ, കഴിഞ്ഞ തവണത്തെക്കാളും അടിപൊളിയാണ്. സൂപ്പർ, അടിപൊളി അടിപൊളിയാണ്. അപ്പം ഇത്തവണത്തെ പുലികളിയാണ് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളി പുലികളി അല്ലേ? അടിപൊളി പുലികളി, തകർത്താടി. അപ്പോൾ ഇത്തവണത്തെ പുലികളി ഗംഭീരമായെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഇത്തരത്തിലാണ് ഈ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ പല ഭാഗങ്ങളായിട്ട്. ഒരു പുലി പോയി, മഞ്ഞപ്പുലി പോയി, ഓറഞ്ച് പുലിയുണ്ട്. അപ്പം ഈ ജഡ്ജ്മെന്റ് ഒക്കെ നടക്കുകയാണ്. MS എല്ലാ സംഘങ്ങളും, എല്ലാ മടകളിലെ പുലികളും ഒക്കെ അവരുടെ അങ്ങേയറ്റത്തെ കഴിവ് ഉപയോഗിച്ച് അവരവിടെ പുലിയാട്ടം നടത്തുന്നു. അത് ഇപ്പോൾ ജഡ്ജ്മെന്റിന് അടക്കം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ജഡ്ജ്മെന്റ് ഒക്കെ തന്നെയുണ്ട്. ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു 2025 പുലികളിയിൽ. നേരത്തെ MS സൂചിപ്പിച്ച പോലെ തന്നെ അയ്യന്തോൾ ദേശത്തിന്റെ ഭാഗത്തുനിന്നും വലിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ ആശയങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കൊടയുണ്ടായിരുന്നല്ലേ? പുലികൾക്ക് പല്ലുണ്ടായിരുന്നു, നാക്കുണ്ടായിരുന്നു, അതെ, ഇതെല്ലാം ഉണ്ടായിരുന്നു. കൊടയുണ്ടായിരുന്നു, വാലുണ്ടായിരുന്നു. വാലുള്ള 51 പുലിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുലിക്ക് വാലുണ്ട്. പക്ഷെ പണ്ട് തൊട്ട് ഇവിടെ വാലില്ലായിരുന്നു. ഇപ്പൊ ഇവിടെയും വാല് വന്നു. അപ്പം അതാണ് ഇവിടുത്തെ വലിയ വിശേഷം എന്ന് പറയുന്നത്. ചേച്ചി, ആദ്യമായിട്ടാണോ? അല്ലല്ല, ഇവിടെ താമസം. തൃശ്ശൂർക്കാരിയാ? അടുത്താണോ വീട്? അതെ. എത്രാമത്തെ കൊല്ലാകുന്നത്? ഇത് ഞാൻ ജനിച്ചു തുടങ്ങിയ പുലികളി കാണുന്നതാ. ജനിച്ച് വീണത് ഇങ്ങോട്ട് ഈ മണ്ണിലോട്ട്? എന്റെ ആങ്ങളാ വേഷം വരയ്ക്കുന്ന ആളാ. അയ്യന്തോൾ ദേശത്തിൽ വേഷം വരച്ചതാണ്. ഏതാ? സ്റ്റീഫൻ. അയ്യന്തോൾ ദേശത്തിന്റെ കാര്യമാണ്. വെറൈറ്റി കൊണ്ടുവന്ന. അപ്പം